ജോസഫിൻ മയാർട്ടിൽ കോർബിൻ 4 കാലുകളുമായി ജീവിച്ച ഒരു അമേരിക്കൻ സുന്ദരിയുടെ കഥ. 1868 അമേരിക്കയിൽ ജനിക്കുകയും പിന്നീട് വൈദ്യശാസ്ത്രത്തിന് മുന്നിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ലോകമെമ്പാടും പ്രചാരം നേടുകയും ചെയ്ത പെൺകുട്ടിയാണ് ജോസഫിൻ മയാർട്ടിൽ കോർബിൻ. ജനിക്കുമ്പോൾ 4 കാലുകളും 2 ജനനേന്ദ്രിയങ്ങളും 2 ഗർഭപാത്രങ്ങളും അവൾക്കുണ്ടായിരുന്നു എന്നതാണ് ജോസഫിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കിയത്. സയാമീസ് ഇരട്ടകളെക്കുറിച്ച് നാം മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും ഡൈപൈഗസ് എന്ന ഈ ജനിതക വൈകല്യം നമുക്ക് അത്ര സുപരിചിതമായിരിക്കില്ല. ജോസഫിൻ അമേരിക്കയിലെ ടെനസി സംസ്ഥാനത്താണ് ജനിച്ചത്. കാഴ്ചയിൽ സുന്ദരിയായ അവൾക്ക് തന്റെ കാലുകൾക്ക് സമാന്തരമായി 2 കാലുകൾ കൂടി ഉണ്ടായിരുന്നു. ഈ അധിക കാലുകൾ സാധാരണ കാലുകൾ പോലെ പ്രവർത്തനക്ഷമം ആയിരുന്നില്ലെങ്കിലും ചലിപ്പിക്കാൻ കഴിയുന്നവ ആയിരുന്നു. തന്റെ വൈകല്യത്തെ ഒരു അനുഗ്രഹമായി കണ്ടാണ് പിന്നീടങ്ങോട്ട് ജോസഫിൻ ജീവിച്ചു പോന്നത്. തനിക്ക് സാധാരണ ജീവിതമല്ല, ഒരു അസാധാരണ ജീവിതം തന്നെ സാധ്യമാകുമെന്ന് തെളിയിക്കുകയായിരുന്നു അവൾ. സർക്കസുകളിലും സൈഡ് ഷോകളിലും നൃത്ത പരിപാടികളിലും തിളങ്ങി അവൾ ദി 4 ലെഗ്ഡ് ഗേൾ ഫ്രം ടെക്സാസ് എന്ന പേരിൽ പ്രശസ്തയായി. അങ്ങനെ തന്റെ 14-ാം വയസ്സിൽ സാമ്പത്തികമായ ഒരു മികച്ച അടിത്തറ പാകുവാൻ അവൾക്ക് സാധിച്ചു. വ്യത്യസ്തമായ ആരോഗ്യഘടന ആയിരുന്നുവെങ്കിലും ഒരു സാധാരണ ജീവിതം തന്നെ നയിക്കാമെന്ന നിർബന്ധം അവളെ സമൂഹത്തിൽ ഇഴകിച്ചേരാൻ സഹായിച്ചു. ജനിതക വൈകല്യങ്ങളോടെ ജനിക്കുന്ന കുട്ടികൾക്ക് എന്നും പ്രചോദനമായിരുന്നു അവൾ. തങ്ങൾക്കും ഒരു സാധാരണ കുടുംബജീവിതം സാധ്യമാകുമെന്ന് തെളിയിക്കുന്നതിൽ അവൾ വിജയിച്ചു എന്നതാണ് സത്യം. 18-ാം വയസ്സിൽ അവൾ മെഡിക്കൽ സ്റ്റുഡൻ്റായിരുന്ന ജെയിംസ് ക്ലിന്റൺ ബിക്സ്നെൽ എന്നയാളെ വിവാഹം കഴിച്ചു. 2 കാലുകൾക്ക് പുറമെ 2 ജനനേന്ദ്രിയങ്ങളും 2 ഗർഭാശയങ്ങളും ഉണ്ടായിരുന്ന അവൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് അന്ന് വൈദ്യശാസ്ത്രം വിലയിരുത്തിയത്. എന്നാൽ ജോസഫിന് പിന്നീട് 6 കുട്ടികൾ ജനിച്ചുവെന്നും അവരിൽ 4 പേർ ബാല്യത്തിൽ തന്നെ മരിച്ചുവെന്നും 6 അല്ല 7 കുട്ടികൾ ജനിച്ചതായും 5 കുട്ടികൾ ബാല്യത്തിൽ മരിച്ചതായും ചില ചരിത്രരേഖകൾ പറയുന്നു. ഒരു സാധാരണ കുടുംബജീവിതം നയിച്ചിരുന്ന ജോസഫിൻ മയാർട്ടിൽ കോർബിൻ 1928 59-ാം വയസ്സിൽ മരണപ്പെട്ടു. മരണശേഷവും ജോസഫിന്റെ പ്രസിദ്ധി അവസാനിച്ചിരുന്നില്ല. ജോസഫിന്റെ മൃതശരീരം സ്വന്തമാക്കാൻ അന്ന് മെഡിക്കൽ സ്ഥാപനങ്ങൾ തമ്മിൽ ഒരു മത്സരം തന്നെ നടന്നു. അർഹതയില്ലാത്തവർ അവളുടെ ശരീരം സ്വന്തമാക്കുമോ എന്ന ആശങ്കയിൽ കോൺക്രീറ്റ് കൊണ്ട് പൊതിഞ്ഞ ശവക്കല്ലറയിൽ അതീവ സുരക്ഷിതമായാണ് ബന്ധുക്കൾ അവളെ സംസ്കരിച്ചത്. അമേരിക്കയിൽ ഡൈപൈഗസ് ജനിതക വൈകല്യങ്ങളുമായി പിന്നീട് ജനിച്ച ഓരോ കുട്ടികൾക്കും ജോസഫിന്റെ ജീവിതം പ്രചോദനമായിരുന്നു. ആരോഗ്യമേഖലയിലെ ചരിത്ര അന്വേഷണങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റേ ഹെൽത്തി.